നമസ്കാരം. ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയും ഗ്യാസും ഒക്കെ ലോക വിപണിയിലേക്ക് എത്തുന്നത് 30 കിലോമീറ്ററോളം മാത്രം വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ്. സൗദിയുടെ, ഇറാൻ്റെയും കുവൈറ്റിൻ്റെയും ഒക്കെ ഓയിൽ ഫീൽഡും ഖത്തറിൻ്റെ ഗ്യാസ് ബേസിനും ഒക്കെ ലോക വിപണി ആക്സസ് ചെയ്യുന്നത് ഈ ഒരു ചെറിയ പാതയിലൂടെയാണ്. ഒരു സൈഡിൽ UAE ഒമാനും, മറ്റേ സൈഡിൽ ഇറാൻ, നടുക്ക് കുറേ ചെറിയ ചെറിയ ദ്വീപുകൾ. ഈ ദ്വീപുകളിൽ പലതും ഇറാൻ്റെ അധീനതയിലാണ്. ചില ദ്വീപുകളുടെ അധികാരത്തെപ്പറ്റി ഇറാനും UAEയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ എനർജി നീഡിൻ്റെ അറൗണ്ട് 20% ഓയിലും ഗ്യാസും ഒക്കെ ആയിട്ട് ഇതുവഴിയാണ് പുറത്തേക്ക് വരുന്നത്. ലോക എനർജി നീഡിൻ്റെ 20% എന്ന് പറയുന്നുണ്ടെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ്റെയും ചൈനയുടെയും സൗത്ത് കൊറിയയുടെയും ഇന്ത്യയുടെയൊക്കെ എനർജി നീഡിൻ്റെ വലിയൊരു ശതമാനവും വരുന്നത് ഹോർമൂസിലൂടെ തന്നെയാണ്. ഹോർമൂസിന് 30 കിലോമീറ്റർ വീതി ഉണ്ടെന്ന് പറയുമ്പോഴും 30 കിലോമീറ്ററും കപ്പലുകൾക്ക് അക്സസ് ചെയ്യാൻ സാധിക്കുകയില്ല. 3 കിലോമീറ്റർ വീതിയുള്ള 2 കപ്പൽച്ചാലുകളാണ് ഇതിൽ പ്രധാനമായിട്ടുമുള്ളത്. ഒരെണ്ണം ഉള്ളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് വേണ്ടി, ഒരെണ്ണം പുറത്തേക്ക് വരുന്ന കപ്പലുകൾക്ക് വേണ്ടി. ഇതിന് ട്രാഫിക് സെപ്പറേഷൻ സ്കീം അഥവാ TSS എന്നാണ് പറയുന്നത്. ഈ പ്രശ്നമൊന്നും ഇല്ലാത്തപ്പോൾ പോലും ഹോർമൂസിലൂടെ നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സെയിലേഴ്സിനെ സംബന്ധിച്ച് ഒരു ടാസ്ക്കാണ്. അതിൻ്റെ കാരണം ഹോർമൂസ് ഒരു സ്ട്രെയിറ്റ് പാത്ത് അല്ല, ചുറ്റും ആഴവും കുറവാണ്. അല്ലെ, പപ്പു സിനിമയിൽ പറയുന്ന പോലെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ ഷിപ്പ് ഗ്രൗണ്ടായി പോകും. മാത്രമല്ല ട്രാഫിക് ഡെൻസിറ്റിയും വളരെ കൂടുതലാണ്. അതിലൂടെ ട്രാൻസിറ്റ് ചെയ്യുന്ന കപ്പലുകളിൽ മിക്കതും വലിയ ഓയിൽ ടാങ്കറുകളാണ്. വലിയ ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ പ്രധാനമായിട്ടും 4 സൈസിലാണുള്ളത്: അഫ്രാമാക്സ്, സുയേക്സ് മാക്സ്, VLCC, ULCC. ഇതിൽ ULCC എന്നറിയപ്പെടുന്ന അൾട്രാ ലാർജ് ക്രൂഡ് കാരിയർ ഇപ്പോൾ അത്ര പ്രാബല്യത്തിലില്ല. പിന്നെ ഉള്ളത് VLCC ആണ്, വെരി ലാർജ് ക്രൂഡ് കാരിയർ. ഇതിന് ഏകദേശം 300 മീറ്ററിൽ പുറത്ത് നീളവും 50-60 മീറ്റർ വീതിയും ഏകദേശം 25 മീറ്ററോളം ഡ്രാഫ്റ്റ്, അതായത് വെള്ളത്തിനടിയിലേക്ക് ആഴവും കാണും. ഇതുപോലുള്ള അനവധി ക്രൂഡ് ഓയിൽ ടാങ്കറുകളാണ് ഒരു ദിവസം ഹോർമൂസ് ട്രാൻസിറ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതിനിടയിൽ ദ്വീപുകളുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല. നേവികൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടാവും, അങ്ങോട്ട് പോകാൻ പാടില്ല. ഇതൊന്നും പോരാഞ്ഞ് ഇവിടെ GPS സ്പൂഫിംഗ് ആൻഡ് ജാമിങ്ങും സർവ്വസാധാരണമാണ്. കപ്പലുകൾ നാവിഗേറ്റ് ചെയ്യപ്പെടുന്നത് GPS കോർഡിനേറ്റ്സിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ GPS കോർഡിനേറ്റ്സ് കപ്പലിലേക്ക് തെറ്റായി ഫീഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നാവിഗേറ്റേഴ്സ് പൊസിഷൻ തെറ്റായി മനസ്സിലാക്കിയത് ഇത് കൊളീഷനിലോ ഗ്രൗണ്ടിങ്ങിലോ കലാശിച്ചേക്കാം. അതുകൊണ്ട് ഹോർമൂസ് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ എപ്പോഴും ബ്രിഡ്ജിലുണ്ടാവും, എഞ്ചിൻ റൂം എപ്പോഴും മാൻഡായിരിക്കും. ഏതെങ്കിലും ഒരു സീനിയർ എഞ്ചിനീയർ വാച്ച് കീപ്പറുടെ എപ്പോഴും താഴെ എഞ്ചിൻ റൂമിലുണ്ടാകും. ഇതിനൊക്കെ പുറമെ അവിടെ ഒടുക്കത്തെ ചൂടും കൂടാണ്. എഞ്ചിൻ റൂം ടെമ്പറേച്ചറൊക്കെ ജൂൺ ജൂലൈ മാസങ്ങളിൽ 50-55 ഡിഗ്രിയൊക്കെ വരും. യുദ്ധം തുടങ്ങിയത് മുതൽ ഇത്രയേറെ പ്രാധാന്യമുള്ള ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെ കപ്പൽ ഗതാഗതം ഏകദേശം നിലച്ച മട്ടാണ്. ട്രംപ് കൂടെ ഞങ്ങൾ ഇറാനിയൻ നേവിയെ നിലംപരിശാക്കി, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും US-ന് കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഹോർമൂസിലെ ട്രാഫിക് പഴയപടിയാകാത്തത് US നേവിയുടെ കഴിവുകേട് കൊണ്ടോ ഇറാനിയൻ നേവിയുടെ കഴിവുകൊണ്ടോ ഒന്നുമല്ല. അത് കൊമേഴ്ഷ്യൽ ഷിപ്പിങ്ങിലെ ഒരു വീക്ക് പോയിന്റ് കാരണമാണ്. നല്ലൊരു ഓയിൽ ടാങ്കറിന് ഏകദേശം 800 കോടി രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അതിലെ കാർഗോയ്ക്ക് 10,200 കോടി രൂപ വില കാണും. രണ്ടും കൂടെ ചേർത്ത് 2,000-2,500 കോടി രൂപയുടെ മുതലാണ്. ഷിപ്പിംഗ് ഹൈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടുന്ന ഒരു ബിസിനസ്സാണ്. ഈ ഹൈ ക്യാപെക്സ് ബിസിനസ്സുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ റിസ്ക് മിറ്റിഗേഷന് ശേഷമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ആഘാതം ഓണറിലേക്ക് എത്താതെ കുറയ്ക്കുന്നതിനെയാണ് കൊമേഴ്ഷ്യൽ റിസ്ക് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇത് സാധ്യമാകുന്നത് ഇൻഷുറൻസ് വഴിയാണ്. നീ കൊണ്ടുപോയിക്കോടാ മക്കളെ, എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കിക്കോളാം എന്ന് ഷിപ്പ് ഓണറോട് ലിറ്ററലി പറയുന്ന ആൾക്കാരാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഡസ്ട്രിയുടെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കാത്തതും എന്നാൽ ഷിപ്പിങ്ങിൽ ഷിപ്പ് ഓണറേക്കാളും കാർഗോ ഓണറേക്കാളും ഈവൻ ഗവൺമെൻറ്റ്സിനേക്കാളും സേ ഉള്ള ആൾക്കാരാണ് ഈ ഇൻഷുറൻസ് കമ്പനികൾ. ഒരു ഷിപ്പിന്, എസ്പെഷ്യലി ഒരു ഓയിൽ ടാങ്കറിന്, ഒരു പോർട്ടിൽ കോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബ്ലൂ കാർഡ് സബ്മിറ്റ് ചെയ്യണം. ഇനി എന്താണ് ഈ ബ്ലൂ കാർഡ്? ഈ ഷിപ്പ് അവിടെ വന്ന് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ആ നാശനഷ്ടത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഞാൻ നികത്തിക്കൊള്ളാം എന്നൊരു ഇൻഷുറൻസ് കമ്പനി അവിടുത്തെ ഗവൺമെൻറ്റിന് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ് ഈ ബ്ലൂ കാർഡ്. അതില്ലെങ്കിൽ ഒരു ഷിപ്പിന് പോർട്ടിൽ ബർത്ത് ചെയ്യാനുള്ള അനുവാദം പോലും കിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ്. അതുമാത്രമല്ല, നമ്മുടെ ഷിപ്പിന് ഏതെങ്കിലും ബാങ്ക് ഫിനാൻസ് ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് വേണം, ഷിപ്പിന് കാർഗോ ലഭിക്കണമെങ്കിൽ ഇൻഷുറൻസ് വേണം. ചുരുക്കി പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് ഷിപ്പിനെ സീവർത്തിയാക്കുന്നത്. പ്രധാനമായിട്ടും ഒരു ഷിപ്പിന് 3 തരം ഇൻഷുറൻസ് ആണുള്ളത്. ഒന്നാമത്തേത് ഹൾ ആൻഡ് മെഷീനറി ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഷിപ്പിൻ്റെ ബോഡിക്കോ മെഷീനറിക്കോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഇത് നമ്മുടെ വണ്ടി ഇൻഷുറൻസിൻ്റെ ഓൺ വെഹിക്കിൾ ഇൻഷുറൻസുമായി കമ്പയറബിൾ ആണ്. രണ്ടാമത്തേത് P&I അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി ഇൻഷുറൻസ്, അതായത് നമ്മുടെ ഷിപ്പ് കാരണം ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഇത് നമ്മുടെ വണ്ടി ഇൻഷുറൻസിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് കമ്പയറബിൾ ആണ്. മൂന്നാമത്തെ ഇൻഷുറൻസ് കാർഗോ ഇൻഷുറൻസ്, നമ്മുടെ കാർഗോയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ്. ഈ സാധാരണ ഇൻഷുറൻസുകളൊന്നും വാർ സോണിലോ ഹൈ റിസ്ക് ഏരിയയിലോ ആപ്ലിക്കബിൾ ആവില്ല. അവിടെ നമ്മൾ ഒരു അഡീഷണൽ വാർ റിസ്ക് പ്രീമിയം എടുക്കേണ്ടതുണ്ട്. ഇത്തരം കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ അഡീഷണൽ വാർ റിസ്ക് പ്രീമിയം കുത്തനെ അങ്ങ് കൂടും, കവറേജ് കുറയുകയും ചെയ്യും. ഇത് ഇൻഷുറൻസ് കമ്പനികൾ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഒരു ഷിപ്പ് ഓണർ തൻ്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അസസ് ചെയ്യുമ്പോൾ അവർക്ക് ഒട്ടും അട്രാക്റ്റീവായി തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് കപ്പലുകൾ ഇത്തരം സോണുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് താല്പര്യം. അതിൻ്റെ കാരണം എത്ര കപ്പലുകൾ സേഫായി ട്രാൻസിറ്റ് ചെയ്യുന്നു എന്നതിലല്ല, ഒരു കപ്പലെങ്കിലും നശിപ്പിക്കപ്പെട്ടാൽ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. ഷിപ്പിങ്ങിൽ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, 1 claim ഈസ് ബിഗ് ഇനഫ് ടു സിങ്ക് എ കമ്പനി എന്ന്. 1989 എക്സോൺ മൊബൈൽ ഓയിൽ കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള ഒരു ഓയിൽ ടാങ്കർ അലാസ്കൻ തീരത്ത് ഗ്രൗണ്ടായി ഒരു ഓയിൽ പൊല്യൂഷൻ ഉണ്ടാക്കി. ഏകദേശം $200 കോടി കമ്പനിക്ക് അതിൻ്റെ ക്ലീനപ്പിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നത്. എക്സോൺ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓയിൽ കമ്പനികളിലൊന്നാണ്. ഈ സംഭവത്തോടെ അവർ തങ്ങളുടെ ഷിപ്പിംഗ് ബിസിനസ് തന്നെ അടച്ചുപൂട്ടിക്കളഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് ഇൻസിഡൻസോ ഫെറ്റാലിറ്റീസോ ഒന്നും വേണ്ട. ഒരു ഇൻസിഡൻറ്റ് മതി ഈ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഹോർമൂസിലോടുള്ള പരിപാടികളെല്ലാം അടച്ചുപൂട്ടിക്കാൻ. ഇതാണ് ഇറാൻ്റെ തുറുപ്പുചീട്ട്. ഇവിടെ ഇറാൻ്റെയും യുഎസിൻ്റെയും ഗോൾസ് തമ്മിൽ അസിമെട്രിക്കലായ ഒരു വ്യത്യാസമുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഒരു 100 ടാങ്കർ അതുവഴി ട്രാൻസിറ്റ് ചെയ്യുകയാണെങ്കിൽ 100നെ ആക്രമിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ടാങ്കറിൻ്റെ ഹള്ളിൽ ഒരു ചെറിയ തുളയിട്ട് വിട്ടാൽ മതി. ഭീതി പടർത്തുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യം. അതേസമയം യുഎസിനെ സംബന്ധിച്ച് ഹോർമൂസ് സ്ട്രൈറ്റ് 100% ട്രാൻസിറ്റിന് സേഫ് ആണെന്ന് ഇൻഷുറൻസ് കമ്പനികളെ ബോധ്യപ്പെടുത്തി അവരുടെ കോൺഫിഡൻസ് വിജയിക്കേണ്ടതുണ്ട്. 80% അല്ല, 90% അല്ല, 100%. നമുക്കറിയാം ഹോർമൂസിൻ്റെ വടക്ക് ഭാഗത്ത് ഇറാനിയൻ മലനിരകളാണ്. ആ മലകൾക്കുള്ളിൽ ഇവരെന്തൊക്കെയാണ് സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നതിനുള്ളതിനെ പറ്റി യുഎസിന് യാതൊരുവിധ അറിവുമില്ല. ഇറാൻ വിടുന്ന ആൻറ്റി ഷിപ്പ് മിസൈൽസിനെയും ഡ്രോൺസിനെയൊക്കെ അടിച്ചിടാനുള്ള യുഎസിൻ്റെ സാധ്യത അത് എത്രത്തോളം നേരം എയർബോൺ ആയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇറാനിയൻ കോസ്റ്റിൽ നിന്ന് ഹോർമൂസിലേക്കുള്ള മാക്സിമം ദൂരം 30 കിലോമീറ്ററാണ്. ഈ പറഞ്ഞ സാധനങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് കവർ ചെയ്യും. അതിനുള്ളിൽ വെച്ച് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അടിച്ചിടുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. ഇറാന് കപ്പൽചാലിയിൽ മൈനുകൾ സ്ഥാപിക്കാൻ സാധിക്കും. ഇറാൻ്റെ മൈൻ ലേയിങ് വെസൽസ് എല്ലാം അടിച്ചു പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് വീമ്പിളക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മൈനുകൾ സ്ഥാപിക്കാൻ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെസലുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഫിഷിംഗ് ട്രോളറിന് വേണമെങ്കിലും കൊണ്ടുപോയി ഒരു മൈൻ ഇടാവുന്നതേ ഉള്ളൂ. ഇവിടെ മൈനുകൾ വളരെ എഫക്റ്റീവാണ്. ഇതിന് വലിയ വിലയില്ല. ഇത് സ്ഥാപിക്കാനായാലും വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജിയുടെ ആവശ്യമില്ല. എന്നാൽ ഇതുകൊണ്ടുള്ള ദുരന്തം വളരെ വലുതുമാണ്. മൈനുകൾ സ്ഥാപിക്കാൻ എളുപ്പമാണ്, എന്നാൽ ആ ഫീൽഡ് സ്വീപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനൊരുപാട് ടൈമും ടെക്നോളജിയും എക്യുപ്മെൻസും ഒക്കെ ആവശ്യമുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇറാന് തങ്ങളുടെ വാർഫെയർ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി യുഎസിൻ്റെ പക്കലുള്ള അത്രയും ടെക്നോളജിയുടെ ആവശ്യം വരുന്നില്ല. ഇത് ഒരു തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗറില്ല വാർഫെയർ ആണ്. അവർ ടെക്നോളജിയേക്കാൾ കൂടുതൽ ടെറൈനെയാണ് ആശ്രയിക്കുന്നത്. യുഎസിനാണെങ്കിൽ പണ്ട് വിയറ്റ്നാമിൽ പോയി ഒരു ഗറില്ല വാർഫെയർ തോറ്റ ചരിത്രം കൂടിയുണ്ട്. ഒരു താൽക്കാലിക പരിഹാരം കൊമേഴ്ഷ്യൽ ടാങ്കേഴ്സിന് അമേരിക്കൻ നേവൽ വെസൽസ് എസ്കോർട്ട് പോവുക എന്നുള്ളതാണ്. അതത്ര എഫക്റ്റീവ് ആകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1980കളിൽ ഇറാൻ ഇറാഖ് വാർ നടക്കുമ്പോൾ ഇറാൻ ഇറാഖിൻ്റെ ടാങ്കേഴ്സിനെയും ഇറാഖ് ഇറാൻ്റെ ടാങ്കേഴ്സിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുവൈറ്റിൽ നിന്നുള്ള ഓയിൽ ടാങ്കേഴ്സിന് അകമ്പടിയായി പോയ അമേരിക്കൻ നേവൽ വെസൽ ഒരു ഇറാനിയൻ മൈലിലിടിച്ച് പൊട്ടിത്തെറിക്കുകയുണ്ടായി. ഈ പൈറസി പോലുള്ള ഡൂക്ലി പരിപാടികൾക്കൊക്കെ ഈ എസ്കോർട്ട് പോകുന്ന ഏർപ്പാട് എഫക്റ്റീവാണ്. പക്ഷേ ഇവിടെ അത്രത്തോളം എഫക്റ്റീവ് ആകാൻ സാധ്യതയില്ല എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി എന്താണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഇറാനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി അവരുടെ കരയിലും കടലിലും ത്രെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി ഇൻഷുറൻസ് കമ്പനികൾക്ക് കോൺഫിഡൻസ് കൊടുത്ത് ഹോർമൂസിലെ ട്രാഫിക് പഴയ സ്ഥിതിയിലാക്കുക. അത് പെട്ടെന്നൊന്നും നടപടിയാകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റഷ്യ തന്നെ യുക്രൈനെ 2 ദിവസത്തിനുള്ളിൽ തോപ്പിച്ച് കളയും എന്ന് പറഞ്ഞാണ് യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങിയിട്ട് 4 വർഷമായി. ഇതുവരെ അതിനകത്തൊരു നടപടിയായിട്ട്. ഇനിയുള്ള ഒരു സാധ്യത, ഹോർമൂസിലൂടെ തന്നെയാണ് ഇറാൻ്റെ ഓയിൽ പുറത്തേക്ക് വരുന്നതും ഇറാൻ ആവശ്യമുള്ള വസ്തുക്കൾ അകത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് അമേരിക്ക ഹോർമൂസിൻ്റെ പുറത്ത് തങ്ങളുടെ നാവികസേനയെ വിന്യസിപ്പിച്ച് ഇറാൻ്റെ കപ്പലുകൾ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ കുരുക്കിയ കുരുക്ക് ഉപയോഗിച്ച് തന്നെ ഇറാനെ ശ്വാസം മുട്ടിക്കാൻ സാധിക്കും. എന്തായാലും ഈ അവസ്ഥ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കഷ്ടത്തിലാകാൻ സാധ്യതയുണ്ട്. എന്തോ ആകുമെന്ന് കണ്ടറിയണം. അപ്പോൾ ശരി.